രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം റായ്ബറേലിയിൽ രാഹുൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു. അപ്പോഴും പ്രിയങ്ക അമേഠിയോ റായ്ബറേലിയോ തെരഞ്ഞെടുത്തില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന്റെ കാരണം വിശദീകരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരണത്തിനായി എത്തേണ്ടതുള്ളതിനാലാണ് സ്ഥാനാർത്ഥിയാകാതിരുന്നതെന്നാണ് പ്രിയങ്ക പറയുന്നത്. രാഹുലും താനും മത്സരിച്ചിരുന്നുവെങ്കിൽ അത് ബി.ജെ.പിക്കാകും ഗുണം ചെയ്യുകയെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: കഴിഞ്ഞ 15 ദിവസത്തോളമായി ഞാൻ റായ്ബറേലിയിൽ പ്രചരണത്തിലാണ്. റായ്ബറേലിയുമായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ദീർഘകാല ബന്ധമാണുള്ളത്. ഞങ്ങൾ ഇവിടം സന്ദർശിച്ച് അവരുമായി സംവദിക്കണമെന്നാണ് റായ്ബറേലിക്കാർ ആഗ്രഹിക്കുന്നത്. റിമോട്ട് കൺട്രോൾ കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകില്ല. ഞാനും രാഹുലും മത്സരിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും തങ്ങളുടെ മണ്ഡലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസമെങ്കിലും ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളം ഒരാൾ പ്രചരണം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ചാൽ അത് ബി.ജെ.പിക്കാകും ഗുണം ചെയ്യുക. പാർട്ടിയുടെ പ്രചരണം ഏറ്റെടുക്കാൻ ആളില്ലാതെ വരുമെന്നും പ്രിയങ്ക മത്സരിക്കാത്തതിന് കാരണമായി പ്രതികരിച്ചു. ഭാവിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ഒരിക്കലും ഒരു പാർലമെന്റേറിയൻ ആകുമെന്നോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ചോ ചിന്തിച്ചിട്ടില്ലെന്നും അവർ തരുന്ന ഏത് റോളിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ആളുകൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മത്സരിക്കുമെന്നും അവർ മറുപടി നൽകി. അമേഠിയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കം ആരോപണത്തെയും പ്രിയങ്ക പ്രതിരോധിച്ചു. അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന് പ്രിയപ്പെട്ടതാണ്. വൈകാരിക ബന്ധങ്ങൾ ഇരു മണ്ഡലങ്ങളും വ്യത്യസ്തമാണ്. 2014 ഗുജറാത്തിലെ വധോരയിൽ മത്സരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് അവിടെ നിന്ന് ജനവിധി തേടാതിരുന്നത് ഭയന്നിട്ടാണോ എന്നും പ്രിയങ്ക ചോദിക്കുന്നുണ്ട്. അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായിരുന്ന റായ്ബറേലിയിലേക്ക് രാഹുൽ മാറിയതോടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായുള്ള അമേഠിയിലെ കോൺഗ്രസ് പോരാട്ടത്തിന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോരാട്ടം തണുത്തു പോകാതിരിക്കാൻ പ്രിയങ്ക ഗാന്ധി അമേഠിയിലെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നുമുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി KL ശർമ്മ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനാണ്. സ്ഥാനാർത്ഥി ശർമ്മയാണെങ്കിലും തന്റെ അഭിമാന പ്രശ്നമായി പ്രിയങ്ക അമേഠിയെ എടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ എതിരാളി പ്രിയങ്ക ഗാന്ധി വധ്രയാണെന്നാണ് സിറ്റിംഗ് MP കൂടിയായ സ്മൃതി ഇറാനി പറയുന്നത്. തൊട്ടടുത്തുള്ള റായ്ബറേലിയിലും കോൺഗ്രസ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിയങ്ക തന്നെയാണ്. ഈ മാസം 20-ന് 5ാം ഘട്ടത്തിലാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ്. പ്രചരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ഉത്തർപ്രദേശിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. 80 മണ്ഡലങ്ങളുള്ള UPയിൽ ഇപ്പോൾ പാർട്ടിയുടെ കൈവശമുള്ളത് റായ്ബറേലി മാത്രമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ പാർട്ടിക്ക് സംശയമൊന്നുമില്ല. റായ്ബറേലിയിൽ ജയിച്ചാൽ കേരളത്തിലെ മണ്ഡലം വിടുമോ എന്നതാണ് സമീപ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ചോദ്യം. കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റ് നിലനിർത്താനേ അദ്ദേഹം തയ്യാറാവൂ എന്ന് കരുതുന്നവർ ഏറെയാണ്. 1980-ലെ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിച്ചു വിജയിച്ച ഇന്ദിരാഗാന്ധി റായ്ബറേലി ഒഴിഞ്ഞ് ആന്ധ്രയിലെ മേഡക് മണ്ഡലം നിലനിർത്തിയ ചരിത്രവുമുണ്ട്. 99-ൽ 2 സീറ്റിൽ മത്സരിച്ച സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരി ഒഴിഞ്ഞ് അമേഠി നിലനിർത്തിയ ചരിത്രവുമുണ്ട്. അമ്മയുടെ മാർഗം സ്വീകരിച്ച് UPയിലെ സീറ്റ് നിലനിർത്താനാണ് രാഹുൽ തയ്യാറാവുന്നതെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പും ആവശ്യമായി വരും. റായ്ബറേലിയിൽ തോൽവിയാണ് ഫലമെങ്കിൽ അത് UPയിലെ കോൺഗ്രസിന്റെ ശേഷിച്ച അടിത്തറ കൂടി ഇളകിപ്പോയി എന്ന് തെളിയിക്കുന്നതുമാകും. ദേശീയ തലത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ UPയിൽ കാലുറപ്പിച്ചേ പറ്റൂ. അതിന് കോൺഗ്രസിന് ഇനി എന്ന് സാധിക്കുമെന്നത് ഓരോ കോൺഗ്രസുകാരനും നിരാശയോടെ ചോദിക്കുന്ന ചോദ്യമാണ്.